91. അല്ല, ഈ നേരത്തെ ആര്യ, ഈ കൊണ്ടോട്ടിയിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് നോക്കുമ്പോൾ കൊണ്ടോട്ടിയിൽ TP അഷ്റഫ് അലി, മുസ്ലിം ലീഗിന്റെ യുവ നേതാവ്, പിന്നിലാണ്. എണ്ണുന്നത് വാഴയൂർ പഞ്ചായത്താണ്. എല്ലാ കാലത്തും LDF ലീഡ് ചെയ്യുന്ന പഞ്ചായത്താണ്, LDF ലീഡ് ചെയ്യുന്ന പഞ്ചായത്താണ് എന്നുള്ളതാണ് വിവരം. ഇത്തവണ മലപ്പുറത്ത് LDF സ്വന്തമാക്കിയ 3 പഞ്ചായത്തുകളിൽ ഒന്നാണ് വാഴയൂർ പഞ്ചായത്ത്. ഇപ്പോൾ അവിടെ ഡോക്ടർ P. ജിജി 1188 വോട്ടിനാണ് ലീഡ് ചെയ്യുന്നത്. പയ്യന്നൂരിൽ 7571 വോട്ടുകൾക്ക് TI മസൂദനൻ LDF സിറ്റിംഗ് MLA ലീഡ് ചെയ്യുകയാണ്. കല്യാശ്ശേരിയിൽ M. ബിജിന്റെ ലീഡ് 10,000 കിടക്കുന്നു. 9,090 വോട്ടായി. തളിപ്പറമ്പിൽ PK ശ്യാമള ടീച്ചർ ലീഡ് ചെയ്യുന്നു 809 വോട്ടുകൾക്ക്. അഴീക്കോട് KV സുമേഷ് ലീഡ് ചെയ്യുന്നു. 974 TK ഗോവിന്ദൻ ലീഡ് ചെയ്യാണ്. ശ്രീധരൻ പറയൂ, തളിപ്പറമ്പിൽ എന്താണ് നടക്കുന്നത്? തളിപ്പറമ്പിൽ വൻ അട്ടിമറിയിലേക്കാണോ കാര്യങ്ങൾ പോകുന്നതെന്നാണ് ആദ്യ ഫല സൂചനകളിൽ നിന്ന് മനസ്സിലാവുന്നത്. നിലവിൽ ആദ്യ 2 റൗണ്ടുകൾ പൂർത്തിയാകുമ്പോൾ 974 വോട്ടുകൾക്ക് TK ഗോവിന്ദൻ മുന്നിൽ നിൽക്കുന്നു എന്നുള്ള ഒരു സ്ഥിതിയാണ്, അല്ലെങ്കിൽ വാർത്തകളാണ് പുറത്തു വരുന്നത്. അതായത് പരിയാരം പഞ്ചായത്ത് എണ്ണിക്കഴിയുമ്പോൾ കഴിഞ്ഞ തവണ 3734 വോട്ടിന് LDF ലീഡ് ചെയ്ത പഞ്ചായത്താണ്. ഇത്തവണ ആദ്യ റൗണ്ട് കഴിയുമ്പോൾ 974 വോട്ടിന് TK ഗോവിന്ദൻ മുന്നിൽ നിൽക്കുന്നു എന്നുള്ള വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. കഴിഞ്ഞ തവണ 2ാം റൗണ്ടിൽ 967 ആയിരുന്നു LDFന്റെ ലീഡ്. പക്ഷെ ഇത്തവണ ഈ LDF പിന്നിലേക്ക് പോകുന്നു. പയ്യന്നൂർ സമാനമായി. ശ്രീധരൻ, ഇനി എണ്ണാനുള്ളത് തളിപ്പറമ്പ് മുനിസിപ്പാലിറ്റിയാണ്. തളിപ്പറമ്പ് മുനിസിപ്പാലിറ്റിയിൽ വലിയ ലീഡ് UDF ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അപ്പോൾ തളിപ്പറമ്പ് മുനിസിപ്പാലിറ്റിയിൽ നിന്ന് നേടുന്ന മുൻതൂക്കം ആന്തൂരിൽ വെച്ച് മറികടക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ തളിപ്പറമ്പ് ഒരു വലിയ അട്ടിമറിക്ക് സാക്ഷ്യം വഹിക്കും, അല്ലേ? തീർച്ചയായിട്ടും. കഴിഞ്ഞ തവണ തന്നെ തളിപ്പറമ്പ് മുനിസിപ്പാലിറ്റി UDF മികച്ച മുന്നേറ്റം നൽകിയ ഒരു മുനിസിപ്പാലിറ്റി. ഏതാണ്ട് 6000-ലധികം വോട്ടുകൾ UDF മുന്നിൽ നിന്ന മുനിസിപ്പാലിറ്റിയാണ്. അത് ഇത്തവണയും തുടർന്നാൽ ഒരുപക്ഷെ അത് വലിയ അട്ടിമറിയിലേക്ക് പോകും. പക്ഷേ ആന്തൂരിലെ 12,000-ലധികം വരുന്ന ഭൂരിപക്ഷമാണ് ഇടതുപക്ഷത്തിന്റെ ഇപ്പോഴുമുള്ള പ്രതീക്ഷ. പക്ഷേ ആന്തൂർ, മയിൽ, മലപ്പട്ടം എന്നിവ ശ്യാമള ടീച്ചറെ തുണച്ചാൽ ഒരു പക്ഷേ റിസൾട്ട് മാറാൻ നോക്കൂ. ബാലുശ്ശേരി അട്ടിമറി ഉറപ്പിക്കുന്നു. VT സൂരജിന് 3 റൗണ്ട് കഴിയുമ്പോൾ തന്നെ 3934 വോട്ട് KM സച്ചിൻ ദേവിനേക്കാൾ കൂടുതലുണ്ട്. ബാലുശ്ശേരി മണ്ഡലത്തിൽ ഒരു വലിയ വിജയം UDF നേടുന്നു. VN വാസവൻ പരാജയം ഉറപ്പിക്കുകയാണ്. ഏറ്റുമാനൂരിൽ നാട്ടകം സുരേഷിന്റെ UDF സ്ഥാനാർത്ഥിയുടെ ലീഡ് 10,000 അടുത്തേക്ക് എത്തുകയാണ്. 9483 വോട്ടുകൾക്ക് ഏറ്റുമാനൂരിൽ നാട്ടകം സുരേഷ് 4 റൗണ്ട് പൂർത്തിയാകുമ്പോൾ ഇതാ ലീഡ് ചെയ്യാണ്. മറ്റൊരു ഇടുക്കിയിൽ 5000 മുകളിലേക്ക് ആ ലീഡ് മാറുന്നു. ഇടുക്കിയിൽ റോഷി അഗസ്റ്റിൻ 5054 വോട്ടുകൾക്ക് പിന്നിലാണ്. പാലക്കാട് വാർത്ത കൂടി എന്ന് പറഞ്ഞു. പാലക്കാട്ട് ശോഭാ സുരേന്ദ്രൻ പരാജയത്തിലേക്ക് നീങ്ങുന്നു. ഇപ്പോൾ ലീഡ് ചെയ്യുന്നുണ്ട് എങ്കിലും ഈ ശ്രീധരനുമായി കമ്പയർ ചെയ്യുമ്പോൾ വലിയ ഒരു 3500 വോട്ടിന്റെ കുറവാണ് ലീഡിൽ ഉള്ളത്. 1000-ൽ താഴെ മാത്രമേ ഇപ്പോൾ ലീഡുള്ളൂ. അപ്പോൾ പാലക്കാട്ട് ശോഭാ സുരേന്ദ്രൻ പരാജയത്തിലേക്ക് നീങ്ങുകയാണ്. ഇപ്പോൾ ലീഡ് ഉണ്ട് എങ്കിലും ഒപ്പം VN വാസവനും റോഷി അഗസ്റ്റിനും വലിയ ഭൂരിപക്ഷത്തിൽ തോക്കും എന്ന സൂചന പ്രബലപ്പെടുന്നു.